വിഷുദിനത്തിൽ ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജനത്തിരക്കാണ്. 3 മണിക്ക് കണിദർശനം നടന്നു. തുടർന്ന് പ്രത്യേക പൂജകളും വഴിപാടുകളും ഉണ്ടായിരുന്നു. കൊച്ചിയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി ടി അശ്വതി തയ്യാറാക്കിയ റിപ്പോർട്ടൊന്ന് കാണാം. കൊച്ചി നഗരത്തിലെ വിവിധ അമ്പലങ്ങളിൽ വിഷു ആഘോഷം പൊടിപൊടിക്കുകയാണ്. അമ്പലങ്ങളിൽ മാത്രമല്ല, വീടുകളിലും എല്ലാവരും വിഷുക്കണി ഒരുക്കി, ഒപ്പം തന്നെ ക്ഷേത്ര ദർശനങ്ങളും നടത്തി വിഷു ആഘോഷം വലിയ രീതിയിൽ കൊണ്ടാടുകയാണ്. നിരവധി ആളുകളാണ് ക്ഷേത്ര ദർശനത്തിനായി രാവിലെ മുതൽ വിവിധ ക്ഷേത്രങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെ വളഞ്ഞമ്പലം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ്. ഇവിടെയും വലിയ തിരക്കാണ്, ഭക്തജനങ്ങളുടെ വലിയ തിരക്കാണ് ഉള്ളത്. 100 കണക്കിന് ആളുകളാണ് രാവിലെ മുതൽ ഇവിടെ വിഷുക്കണി കാണുന്നതിനും ഒപ്പം തന്നെ ക്ഷേത്ര ദർശനം നടത്തുന്നതിനും മറ്റ് ആരാധനകൾ നടത്തുന്നതിനും ഒക്കെയായിട്ട് ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ക്ഷേത്രത്തിലേക്ക് വരുന്ന കാഴ്ചകൾ, ഒറ്റയ്ക്ക് ആളുകൾ വരുന്ന കാഴ്ചകൾ, പ്രായമായവരും കുഞ്ഞുങ്ങളും അടക്കം നിരവധി ആളുകളാണ് ഈ വിഷു ദിനത്തിൽ ക്ഷേത്ര ദർശനത്തിനായി എത്തുന്നത്. മാത്രമല്ല, ഈ വിഷു ദിനത്തിൻ്റെ മറ്റ് പ്രത്യേകതകൾ എന്ന് പറയുന്നത് വിഷുക്കണി പോലെ തന്നെ പ്രധാനമാണ് വിഷു സദ്യയും. മധ്യ കേരളത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വിഷുക്കഞ്ഞി, അല്ലെങ്കിൽ തൃശ്ശൂർ ഭാഗത്തേക്കൊക്കെ വിഷുക്കട്ട, ഇതെല്ലാം ഒരുക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ രാവിലെ നേരം എന്ന് പറയുന്നത്. ഇന്നലെ കണി ഒരുക്കാനുള്ള തയ്യാറെടുപ്പുകളും മറ്റുമാണ് എങ്കിൽ, കണി ഒരുക്കലും മറ്റുമാണ് എങ്കിൽ, ഇന്ന് ഈ സദ്യയും മറ്റു കാര്യങ്ങളും ഒരുക്കുകയാണ്. വിഷു ആഘോഷത്തിനിടയിലും ജോലി ചെയ്യുന്ന ആളുകൾ കൂടിയുണ്ട്. അമ്മേ, എങ്ങനെയാണ് ഈ വിഷു രാവിലെ തന്നെ ലോട്ടറിയൊക്കെ ആയിട്ടാണ് മക്കളെ? ലോട്ടറി ആണ്ടിലൊരിക്കലല്ലേ വിഷു എന്നത്, അതും പുണ്യപ്പെട്ട അമ്പലത്തിൻ്റെ മുമ്പിൽ സന്തോഷത്തോടെ നിൽക്കുന്നു. ഇനി വയസ്സ് 70 ഇനി എത്ര നാൾ ജീവിക്കാനാണ്? വിഷു ഒക്കെ എങ്ങനെയാണ്? വിഷു നല്ല വിഷു ആയിത്തോണം. കുഴപ്പമില്ല മോനെ, മഴയൊന്നും അധികം ഇല്ല, പിന്നെ ചൂടുമില്ല, അത് സാരമില്ല. ഇടയ്ക്ക് മഴ കിട്ടുന്നുണ്ട്, വിലയും കൂലിയുണ്ട്. ആർക്കും ഒന്നും ദൈവം വരുത്താതിരുന്നാൽ മതി, അത്രയേ ഉള്ളൂ. വളരെ സന്തോഷം. കൈനീട്ടൊക്കെ കിട്ടിയോ? കിട്ടി മോനെ, താങ്ക് യു. ഇത്തരത്തിൽ ഈ വിഷുദിനത്തിൽ തന്നെ ഭാഗ്യം പരീക്ഷിക്കുന്ന നിരവധി ആളുകളുമുണ്ട്. അതിനുള്ള ആളുകൾ, അത് ലോട്ടറി വിൽപ്പനക്കാരും നിരവധിയാണ്. ഓരോ ക്ഷേത്രങ്ങളുടെയും മുൻപിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും. ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ രാവിലെ 4 മണിയോടെയാണ് ഈ വിഷുക്കണി ദർശനം ഉണ്ടായിരുന്നത്. അതിനുശേഷം മറ്റ് പൂജകളും സ്ഥിരം ക്ഷേത്രങ്ങളിലെ സാധാരണഗതിയിലുള്ള പൂജകളും വിശേഷാൽ പൂജകളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും വലിയ സമ്പൽ സമൃദ്ധിയുടെയും ഒക്കെ ഒരു വിഷുക്കാലം വന്നിരിക്കുകയാണ്. നിരവധി ആളുകൾ ഇത് വലിയ ആഘോഷപൂർവ്വം ഇത് കൊണ്ടാടുന്നു. ക്യാമറാമാൻ ജിഷ്ണുവിനൊപ്പം AT അശ്വതി, കേരള വിഷൻ ന്യൂസ്.